നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡിഗ്രി പ്രിലിംസിന്റെ കണക്റ്റഡ് ഫാക്ട്സ് ആണ് പറയുന്നത്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം തൊട്ടിട്ടുള്ള ഹിസ്റ്ററി ചോദ്യങ്ങളാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ആരാണ് ആ കൂട്ടത്തിൽ ഇല്ലാത്തതെന്നാണ് ചോദ്യം. നമുക്ക് വേഗം മനസ്സിലാവുമായിരുന്നു. ജനുവരി 21 അല്ലെ, ജനുവരി 21 2022. അപ്പൊ 50 ആഘോഷിക്കണമെങ്കിൽ 1972 ഈ 3 സംസ്ഥാനങ്ങളും ഫോം ചെയ്തിരിക്കുന്നത്. 1972 ഫോം ചെയ്ത 3 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? 1 മണിപ്പൂര്, 2 മേഘാലയ, 3 ത്രിപുര. ഇത് 3 ഫോം ചെയ്തിരിക്കുന്നത് എന്നാണ്? 1972 അല്ലെ. 1972 ഫോം ചെയ്തിരിക്കുന്ന ഏതൊക്കെയാണ്? മണിപ്പൂര്, മേഘാലയ, ത്രിപുര എന്ന് പറയുന്ന 3 സംസ്ഥാനങ്ങളും ഫോം ചെയ്തിരിക്കുന്നത് 1972. എന്നാൽ നാഗാലാൻഡ് ഫോം ചെയ്തിരിക്കുന്നത് നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പഠിക്കുന്നതാണ്. എന്നാ ഫോം ചെയ്തിരിക്കുന്നത്? 1963. 1963 നാഗാലാൻഡ് ഫോം ചെയ്തത്. എവിടെ നിന്നും സെപ്പറേറ്റഡ് ആയിട്ടാണ്? ആസാമിൽ നിന്നും അല്ലെ. ആസാമിനെ സെപ്പറേറ്റഡ് ആക്കിക്കൊണ്ടാണ് 1963 നാഗാലാൻഡ് ഫോം ചെയ്തത്. ഇനി നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കാം ഓരോ സംസ്ഥാനങ്ങളും ഫോം ചെയ്ത വർഷങ്ങള്. 1948 ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീർ 1948. അതിനുശേഷം ഓർത്തു വെച്ചേക്കാം, നമുക്കറിയാം എന്താണ് ഇന്ത്യൻ യൂണിയന്റെ പാർട്ടായിട്ട് മാറിയതാണ്, സൈൻ ചെയ്താണ് 1948 സംസ്ഥാനമായതെന്നൊക്കെ നമുക്കറിയാം. അതിനുശേഷം എന്താണ് ഇന്ത്യൻ യൂണിയനിൽ കംപ്ലീറ്റ്ലി മെർജ് ആയത് ഏത് വർഷം? 1956 ജമ്മു കാശ്മീരില്. ഇപ്പം എന്താണ് അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. 2 യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറിയിട്ടുണ്ട്. അത് എന്നാണ്? ഓഗസ്റ്റ് 2019. 2019 ലഡാക്കും ജമ്മു കാശ്മീരും 2 യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറിയിട്ടുണ്ട്. അടുത്ത ആളാണ് ഉത്തർപ്രദേശ്. എന്താണ് ഉത്തർപ്രദേശ്? 1948 ജമ്മു കാശ്മീർ, 1950 യു പിയും, അതുപോലെ 1950 ബീഹാറും. പഠിച്ചു വെക്കുക, യു പിയും ബീഹാറും ഫോം ചെയ്ത വർഷം 1950. ഇനി കുറച്ച് ആൾക്കാരുടെ 50 അതാരൊക്കെയാ? ആസാം. ആസാം 1950. അതുപോലെ തന്നെ ഒഡീഷ 1950. അതുപോലെ തന്നെ തമിഴ്നാട് 1950. അപ്പൊ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം. ഏതൊക്കെയാണ്? 1950 യു പി, ബീഹാർ, ആസാം, ഒഡീഷ ആൻഡ് തമിഴ്നാടു അല്ലെ. ഇത്രയും ആൾക്കാരും ഫോം ചെയ്തത് 1950. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം എന്താണ്? ഈ തമിഴ്നാട് എന്നുള്ളൊരു റീനെയിംഡ് ആയിട്ടുള്ള ഒരു പേരായിട്ട്, അതായത് റീനെയിം ചെയ്തെടുത്തത് 1969. നേരത്തെ അത് മദ്രാസ് പ്രസിഡൻസി എന്നായിരുന്നു അറിയപ്പെട്ടത്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത്. തമിഴ്നാടു 1950 ഫോം ചെയ്തു. പക്ഷെ അന്ന് അതിന്റെ പേര് എങ്ങനെയാണ്? മദ്രാസ് പ്രസിഡൻസി, ഈസ്റ്റ് വൈസ് മദ്രാസ് പ്രസിഡൻസി എന്നായിരുന്നു. അതിനുശേഷം അതിന്റെ പേര് മാറ്റിയിട്ട് തമിഴ്നാട് ആക്കിയത് 1969. അതുപോലെ ഒറീസ എന്നായിരുന്നു ഒഡീഷയുടെ പേര് അല്ലെ. ഒറീസ എന്നായിരുന്നു ഒഡീഷയുടെ പേര്. പിന്നീട് 2011 ഒഡീഷ എന്ന് പേര് മാറ്റിയത്. 2011 ഒഡീഷ എന്ന് പേര് മാറ്റി. ഇനി നെക്സ്റ്റ് ആളാണ് 53 ഫോം ചെയ്ത, എല്ലാവർക്കും അറിയാവുന്ന പേര്. 1953 ഫോം ചെയ്തതാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ്. ആന്ധ്ര എന്ന് പറയുന്ന ഇതായിട്ട് രൂപം കൊണ്ടു. അതിനുശേഷം മധ്യപ്രദേശ് ആണ്. അത് ഈ ആന്ധ്രാപ്രദേശ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു പേരും കൂടെ പഠിക്കണമല്ലോ. നിലവിൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ആന്ധ്രാപ്രദേശിനെ ഡിവൈഡ് ചെയ്ത് തെലുങ്കാന ഉണ്ടായിട്ടുണ്ട്. തെലുങ്കാന ഏത് വർഷം? 2014 ജൂൺ മാസം 2 തെലുങ്കാന ആന്ധ്രാപ്രദേശിൽ നിന്ന് വേർപെട്ടു. ആന്ധ്രാപ്രദേശ് ചോദിക്കുന്ന സമയത്ത് 1953. മധ്യപ്രദേശ് ആണ് 1956 അല്ലെ. മധ്യപ്രദേശ് 1956. 56 ആൾക്കാരുടെ പേരുകൾ നമുക്ക് ഒരുമിച്ച് പറയാം. ആരൊക്കെയാണ്? മധ്യപ്രദേശ്, നമ്മുടെ കേരളം 1956. അതുപോലെ നവംബർ 1 1956. കർണാടക 1956. ഇത് 3 മധ്യപ്രദേശ്, കേരള, കർണാടക, ഇത് 3 1956 ഫോം ചെയ്തിരിക്കുന്നു. അതുപോലെ മഹാരാഷ്ട്ര എന്നാണ്? 1960 മഹാരാഷ്ട്ര. 1960 മഹാരാഷ്ട്ര. 60 തന്നെയാണ് എന്ത് വന്നിരിക്കുന്നത്? ഗുജറാത്ത്. ഓക്കെ, ഗുജറാത്ത്.
അതുപോലെ നാഗാലാൻഡ് നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു 63. അതിനുശേഷം പഞ്ചാബ് 66. നാഗാലാൻഡ് 63, പഞ്ചാബ് ആണ് 66. പഞ്ചാബ് 1966. അതിനുശേഷം ഹിമാചൽ പ്രദേശ് വന്നു. ഹിമാചൽ പ്രദേശ് 1971 ഹിമാചൽ പ്രദേശ് 1971. ദെൻ 1972 ഫോം ചെയ്തതാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള മണിപ്പൂർ, മേഘാലയ, ത്രിപുര എന്ന് പറയുന്ന 3 സംസ്ഥാനങ്ങൾ 1972. സിക്കിം താഴോട്ട് എഴുതുവാണ്. സിക്കിം സംസ്ഥാനം 1975. ഓക്കെ, സിക്കിം ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന വർഷം ചോദിക്കാം. 16 മെയ് ആണ് കേട്ടോ. 16 മെയ് 1975. അതിനുശേഷം ഗോവ 1987. 1987 ഗോവ. 1987 തന്നെ മിസോറാമും അരുണാചൽ പ്രദേശും മിസോറാമും 87. 1987. ഛത്തീസ്ഗഡ് എന്നാണ് 2000. ഛത്തീസ്ഗഡ്. അതുപോലെ ജാർഖണ്ഡ് 2000. ഉത്തരാഖണ്ഡ് 2000. അപ്പൊ 2000 ആരൊക്കെയുണ്ട്? ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്. കണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. തെലങ്കാന നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു 2014 ജൂൺ 2-ാം തീയതിയാണ് എവിടെ നിന്ന് വേർപെട്ടു? ആന്ധ്രാപ്രദേശിൽ നിന്നും വേർപെട്ടു. അപ്പൊ ഇത്രയും പോയിന്റ്സും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. എന്തൊക്കെയാണ് ഈ ഫോം ചെയ്തിരിക്കുന്നതെന്ന് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യന് മുമ്പേ ഞാൻ ഇതൊന്ന് തുടയ്ക്കുവാണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. വ്യാവസായികവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായിട്ട് 1938 ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? ഇവിടെ ദേശീയ ആസൂത്രണ സമിതി അഥവാ ദേശീയ ആസൂത്രണ കമ്മിറ്റിയെ പറ്റിയിട്ടാണ് പേര് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാം. ഇതിന്റെ നേതൃത്വം നൽകിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. അപ്പോൾ ചിലരെങ്കിലും ജവഹർലാൽ നെഹ്റു എന്ന് ഓർക്കും. കാരണം ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിലാണ് ഈ ഒരു കമ്മിറ്റി നിലവിൽ വന്നത്. പക്ഷെ നേതൃത്വം കൊടുത്ത ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഇവിടെ അദ്ദേഹത്തിന്റെ പേരുമില്ല. അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് ആണ്. നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കാം. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൽ നിന്ന് വന്ന ചോദ്യമാണ്. ഇവിടെ നിന്നും ഗാന്ധിയൻ പ്ലാൻ, ബോംബെ പ്ലാൻ, ജനകീയ പദ്ധതി, സർവോദയ പ്ലാൻ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒന്നാമത് ഓർക്കേണ്ടത് എന്താണ്? പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാ? എം വിശ്വേശ്വരയ്യ. സ്ഥിരം ചോദ്യമാണ്. പ്ലാൻഡ് എക്കണോമിക് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് എം വിശ്വേശ്വരയ്യ. ഇദ്ദേഹത്തിന് ആസൂത്രണത്തിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. എം വിശ്വേശ്വരയ്യ. അതുപോലെ തന്നെ ഓർത്തു വെച്ചേക്കുക, ദേശീയ ആസൂത്രണ കമ്മിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം വ്യാവസായികവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യമായിട്ട് വന്നതാണ് 1938 ദേശീയ ആസൂത്രണ സമിതി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിലാണ് ഈ ഒരു കമ്മിറ്റി നിലവിൽ വന്നത് 1938. ഏത് INC സമ്മേളനമാണെന്ന് ചോദിക്കാം. ഹരിപുര INC സമ്മേളനത്തിലാണ് ഈ 1938 ദേശീയ ആസൂത്രണ സമിതി അഥവാ കമ്മിറ്റി നിലവിൽ വരുന്നത്. അതിനുശേഷം ഈ പദ്ധതി പ്രകാരം അത്ര പ്രവർത്തനങ്ങളൊന്നും നന്നായിട്ട് നടന്നില്ലെങ്കിൽ പോലും, ആദ്യമൊക്കെ ഇച്ചിരി സ്പീഡിലൊക്കെ നടന്നെങ്കിലും 2-ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഇതിന്റെ പ്രവർത്തനം ഒന്ന് കുറഞ്ഞു. അതിനുശേഷം ഇതിന്റെ ഒരു ആദ്യത്തെ റിപ്പോർട്ട് പുറത്തു വരുന്നത് 1948. 10 വർഷത്തിന് ശേഷമാണ് ഇതിന്റെ റിപ്പോർട്ട് വരുന്നത്. ഓക്കെ, 48, 49 കാലഘട്ടത്തിലാണ് ഇതിന്റെ റിപ്പോർട്ട്. അപ്പൊ 10 വർഷത്തോളം ഇതൊന്ന് മടിച്ച് അവിടെ ഇവിടെയൊക്കെ കിടന്നു. ഇതിന്റെ ദേശീയ ആസൂത്രണ കമ്മിറ്റിക്ക് രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അതാരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. അത് കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ എഴുതിക്കോണം. അപ്പൊ ഈ സമയത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു 1938. അദ്ദേഹമാണ് ഈ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റുവിന്റെ കൂട്ടത്തിൽ നിന്ന് നടത്തിയത്. അതിന്റെ പ്രസിഡന്റ്, ഈ ദേശീയ ആസൂത്രണ സമിതിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഈ സമയത്തെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. അതിനുശേഷം ഇതിന്റെ പേപ്പർ വന്ന ഡേറ്റ് ഓർത്ത് വെച്ച് 48, 49 ഇതിന്റെ പേപ്പർ വന്നത്. രണ്ടാമത് ഗാന്ധിയൻ പ്ലാൻ എന്ന് പറയും. ഗാന്ധിയൻ പ്ലാൻ ആരുടെയാണ്? 1944 വന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ബോംബെ പ്ലാൻ ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബോംബെ പ്ലാൻ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ദെൻ ഗാന്ധിയൻ പ്ലാൻ എന്ന് പറയും. ഗാന്ധിയൻ പ്ലാനും ബോംബെ പ്ലാനും 1944 വന്നതാണ്. ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചത് SN അഗർവാൾ ആണ്. SN അഗർവാൾ ആണ് ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചത്. ഓക്കെ, അതായത് ഗാന്ധിയൻ ആദർശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചത്. അപ്പൊ എന്തായിരിക്കും ഗാന്ധിജിയുടെ എന്ന് പറയുമ്പോൾ? സാമ്പത്തിക വികേന്ദ്രീകരണം, കുടിൽ വ്യവസായങ്ങളുടെ ഉന്നമനത്തിനുള്ള ഗ്രാമവികസനമായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്. അടുത്ത ബോംബെ പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് 1944 ബോംബെയിൽ അന്ന് പ്രമുഖരായിട്ടുള്ള 8 വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയതാണ് ബോംബെ പ്ലാന്. ആരൊക്കെയായിരുന്നു?
JRD ടാറ്റ, GD ബിർള, പുരുഷോത്തമദാസ് താക്കൂർദാസ്, ലാലാ ശ്രീറാം, കസ്തൂർഭായ് ലാൽഭായ്, AD ഷറോഫ്, ദേശീർ ദലാൽ, ജോൺ മത്തായി. ഇത്രയും പേര് ചേർന്നിട്ടാണ് ബോംബെ പ്ലാന് നേതൃത്വം കൊടുത്തത്. നേതൃത്വം കൊടുത്ത യഥാർത്ഥ വ്യക്തി ആരാണെന്ന് ചോദിക്കാം. ഇനിയും നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട വ്യക്തി ആരായിരുന്നു? ദേശീർ ദലാൽ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ജോൺ മത്തായി ആണ്. ഇത് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ദെൻ പീപ്പിൾ പ്ലാൻ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് ആരുടെയാണ്? MN റോയിയുടെയാണ്. MN റോയിയുടെയാണ് പീപ്പിൾ പ്ലാൻ അഥവാ ജനകീയ പദ്ധതി. അപ്പൊ ഏറ്റവും കൂടുതൽ ഇതിന് പ്രാഥമികമായിട്ട് കൊടുത്ത പരിഗണന കൃഷിക്കായിരുന്നു ജനകീയ പദ്ധതി. ഇത് 1945-ലാണ്. ഓക്കെ, ഇത് കേരളത്തിൽ നടപ്പാക്കിയത് ആരായിരുന്നു? EK നയനാരാണ്. ഇത് ജനകീയ പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയത് EK നയനാരാണ്. പിന്നെ സർവോദയ പ്ലാൻ എന്ന് പറയുന്ന ഒരു സംഭവം കൂടെയുണ്ട്. അത് 1950-ൽ ജയപ്രകാശ് നാരായണനാണ് സർവോദയ പ്ലാൻ കൊണ്ടുവന്നത്. അപ്പൊ പ്ലാനിംഗ് ഒരു ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം, ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് വായിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ പ്ലാനിംഗ് കമ്മീഷനെ പറ്റിയിട്ടും പഞ്ചവത്സര പദ്ധതിയെ പറ്റിയിട്ടും ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ചോദ്യം നോക്കാം. 1933-ൽ മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്ന പേരായിരുന്നു ഹരിജൻ യാത്ര. ഞാനിവിടെ ഒരു സംഭവം എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമത്. ഹരിജൻ ക്യാമ്പയിൻ ആണ് ഗാന്ധിജിയുടെ. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളൂ. ഹരിജൻ എന്ന് പറയുന്ന ആ ഒരു ടേം എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തായിരുന്നു? അൺടച്ചബിൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ് ഹരിജൻ എന്ന് പറയുന്ന വേർഡ്. ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്നാണ് അതിന്റെ മീനിങ്. ഗാന്ധി ഒരു വീക്ക്ലി ജേർണൽ, ഹരിജൻ എന്ന് പറയുന്ന ഒരു വീക്ക്ലി ജേർണൽ സ്റ്റാർട്ട് ചെയ്ത വർഷം 1933-ലാണ്. സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഒരു വീക്ക്ലി ജേർണൽ മഹാത്മാഗാന്ധി സ്റ്റാർട്ട് ചെയ്തു ഹരിജൻ 1933-ല് എറവാഡ ജയിലിൽ വെച്ചിട്ടായിരുന്നു അല്ലെ. അദ്ദേഹം ജയിലിൽ കിടക്കുന്ന സമയത്ത് 33-ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇദ്ദേഹം 3 പബ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഹരിജൻ ഇൻ ഇംഗ്ലീഷ് ഏകദേശം 33 മുതൽ 48 വരെ, ഹരിജൻ ബന്ധു ഇൻ ഗുജറാത്തി, ഹരിജൻ സേവക് ഇൻ ഹിന്ദി. ഈ 3 എണ്ണവും ആരുടെയാണ്? ഗാന്ധിജിയുടെയാണ് കേട്ടോ. ഹരിജൻ ഇൻ ഇംഗ്ലീഷ്, ഹരിജൻ ബന്ധു ഇൻ ഗുജറാത്തി, ഹരിജൻ സേവക് ഇൻ ഹിന്ദി. അതുപോലെ ദീസ് ന്യൂസ് പേപ്പർ ഫൗണ്ട് ഗാന്ധി കോൺസെൻട്രേറ്റിംഗ് ഓൺ സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രോബ്ലം മച്ച് ആസ് ഹിസ് ഏർലിയർ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ യങ് ഇന്ത്യ. സ്ഥിരം ചോദ്യമാണ്. യങ് ഇന്ത്യ ആരുടെയാണ്? അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആണ്. ഇത് 1919 മുതൽ 1932 വരെ പോയിക്കൊണ്ടിരുന്ന ഒരു ന്യൂസ് പേപ്പർ ആയിരുന്നു. അപ്പൊ നമുക്കറിയാം കമ്മ്യൂണൽ അവാർഡ് ഓഗസ്റ്റ് 1932-ൽ കമ്മ്യൂണൽ അവാർഡ് അനൗൺസ് ചെയ്യുന്നു. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന ഒരു പോളിസി ആയിരുന്നു. അതായത് യഥാർത്ഥമായിട്ടും ഹരിജൻ മീൻസ് ദളിതന്മാരെ ഉദ്ദേശിക്കുന്നതാണല്ലോ. അപ്പൊ ഹരിജന്റെ വോട്ട് ഹരിജന് എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു രീതി. അങ്ങനെ ഹിന്ദു വോട്ടിനെ സ്പ്ലിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കിടയിൽ ഒരു അടി ഉണ്ടാക്കുക. ഹിന്ദു വോട്ട് ഹിന്ദുവിനും മുസ്ലിം വോട്ട് മുസ്ലിമിനും എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിലേക്ക് ഇത് നയിച്ചു. അപ്പൊ അതിനെതിരെ ഗാന്ധിജി പൂന പാക്ട്, അതിനെതിരെ വന്ന ഒന്നാണ് അംബേദ്കറുമായിട്ട് ബന്ധപ്പെട്ട പൂന പാക്ട്. നമുക്കറിയാം സെപ്റ്റംബർ 1932-ലാണ് ഇത് സൈൻ ചെയ്തെന്ന് അറിയാം. പൂന പാക്ടിന് ശേഷം അദ്ദേഹം അൺടച്ചബിലിറ്റി പ്രിവെൻഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും എപ്പോഴും ഇദ്ദേഹം എന്തിനെതിരായിരുന്നു? തൊട്ടുകൂടായ്മയ്ക്കെതിരായിരുന്നു. അങ്ങനെ 1933 നവംബറിൽ അദ്ദേഹം ഒരു രാജ്യവ്യാപകമായിട്ടുള്ള ഒരു ടൂർ പ്ലാൻ ചെയ്തു. ഏകദേശം 12,500 മൈലോളം 9 മാസം കൊണ്ട് അദ്ദേഹം കവർ ചെയ്യാൻ തീരുമാനിക്കുകയും ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹരിജൻ യാത്ര എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ സംഭവമാണ് ഹരിജൻ യാത്ര. ഓക്കെ, അപ്പൊ ഹിസ് എൻറ്റയർ ക്യാമ്പയിൻ വാസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഹ്യൂമാനിസം ആൻഡ് റീസൺ. ഹി സെഡ് ദാറ്റ് the Shastra do not sanction untouchability and if they did, they should be ignored as it was against human dignity. ഇതാണ് ഹരിജൻ യാത്രയെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. 12,500 എന്ന് പറയുന്നത് 12,504 എക്സാക്ട്. 1933 നവംബറിൽ അദ്ദേഹം രാജ്യവ്യാപകമായി പര്യടനം നടത്തി. എന്തിനെതിരെ? അൺടച്ചബിലിറ്റിക്കെതിരെ. ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പൂന പാക്റ്റുമായിട്ടും അതുപോലെ എന്താണ് ഹിന്ദുക്കളുടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാനും ഭിന്നിപ്പിച്ച് ഭരിക്കുക ഇതിനെതിരെയൊക്കെ നടന്ന ഒരു യാത്രയായിരുന്നു ഹരിജൻ യാത്ര, ഹരിജൻ പര്യടനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ടയാണ്. അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട. പുരാന കില, ആഗ്ര കോട്ട, ലാഹോർ കോട്ട,
അലഹബാദ് കോട്ട. ഇതിനകത്ത് പുരാന കില ആരുടെയാണ്? ഹുമയൂണിന്റെയാണ്, നമുക്കറിയാം ഹുമയൂണ്. ബാക്കി ആഗ്ര കോട്ട, അലഹബാദ് കോട്ട, ലാഹോർ കോട്ട ആരുടെയാണ്? അക്ബറിന്റെയാണ്. നമുക്ക് നോക്കാം അക്ബറിന്റെ ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. തൊട്ട് താഴോട്ട് ഞാൻ കുറച്ചേറെ എഴുത്തിട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാനിപ്പോ നിലവിൽ പറയുന്നില്ല. അക്ബറിന്റെ നിർമ്മിതികളാണ് ആഗ്ര ഫോർട്ട്, ഒന്ന് ആഗ്ര ഫോർട്ട്, ജഹാംഗീരി മഹൽ, ഫത്തേപൂർ സിക്രി, ദിവാൻ ഇ ആം, ദിവാൻ ഇ ഖാസ്, പഞ്ച് മഹൽ, തുർക്കിഷ് സുൽത്താനാസ് കോട്ടേജ്, ജോധാഭായ് മഹൽ, മറിയംസ് കോട്ടേജ്, ബിർബൽ മഹൽ, ജമാ മസ്ജിദ്, ഷെരീഖ് സലീം ചിസ്തീസ് ടോംബ്, ഇസ്ലാം ഖാൻസ് ടോംബ്, ബുലാൻ ദർവാസ, ഹിരൺ മിനാർ, ആസ്ട്രോളജി മീറ്റിംഗ് പ്ലേസ്, അത് ഫത്തേപൂർ സിക്രിയിൽ തന്നെയായിരുന്നു കേട്ടോ, ഫത്തേപൂർ സിക്രിയിൽ തന്നെയായിരുന്നു. ലാഹോർ ഫോർട്ട്, അക്ടോക് ഫോർട്ട്, അതുപോലെ അലഹബാദ് ഫോർട്ട്, ഇത് ഇത്രയും ആരുടെ നിർമ്മിതിയാണ്? അക്ബറിന്റെ നിർമ്മിതിയാണ്. ഇനി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡിഗ്രി പ്രിലിംസിനൊക്കെ ചോദിച്ചു കാണാറുണ്ട്, മുഗൾ ഭരണകാലത്തെ കേന്ദ്ര ഭരണത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരും അവരുടെ ചുമതലകളും എന്തായിരുന്നു എന്നുള്ളത്. അപ്പൊ വക്കീൽ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും എഴുതുന്നത്. വക്കീൽ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ് കേട്ടോ. മുഗൾ ഭരണകാലത്ത് വക്കീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയാണ്. വസീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനകാര്യമാണ്, ധനകാര്യം. വസീർ ധനകാര്യം. സദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതികാര്യം, നീതി, സദർ. അതുപോലെ നിർബക്ഷി സൈനികം നോക്കുന്ന ആളാണ്, സൈനികത്തിന്റെ ഹെഡാണ് മിർബക്ഷി. അതുപോലെ പ്രധാനപ്പെട്ട പ്രാദേശിക ഭരണ വിഭാഗങ്ങളും ഉദ്യോഗസ്ഥരും. നമ്മുടെ ഇത് കേന്ദ്രത്തിലെയാണ്, വക്കീല്, വസീർ, സദർ, മിർബക്ഷി. ഇനി നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ഏരിയയിലേക്ക് വരുമ്പോൾ സുബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുബേദാർ എന്നാണ് അർത്ഥം, സുബേദാർ. ഓരോ സുബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നമ്മൾ വില്ലേജ് പറയില്ലേ, അതാണ്. അതുപോലെ ഫൗജ്ദാർ എന്ന് പറഞ്ഞാൽ സർക്കാരും, പർഗാന എന്ന് പറയും, പർഗാന എന്ന് പറഞ്ഞാൽ ഷിഖ്ദാർ എന്ന് പറയും അവര്. ഗ്രാമത്തിനെ ചൗധരി എന്നും പട്ടണത്തിനെ അവര് കൊത്തുവാൾ, ഇതാണ് കൊത്തുവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടണം എന്നാണ് മീനിങ്. ഇത് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഓർത്തു വെച്ചേക്കേണ്ടതാണ് നമ്മുടെ ഷാജഹാന്റെ നിർമ്മിതികള്. പിന്നെ ഇവിടെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദിവാനി ആം ഫത്തേപൂർ സിക്രിയിലാണ്, പക്ഷെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് കറക്റ്റ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഷാജഹാനാണ്. ഫത്തേപൂർ സിക്രി ആരുടെയാണ്? അക്ബറിന്റെ ആണ്. അവിടെയാണ് ദിവാനി ആം ഉള്ളത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഷാജഹാൻ ആണ് കേട്ടോ. ഒഫീഷ്യലി ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഷാജഹാൻ ആണ്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ സമയത്ത് ഫത്തേപൂർ സിക്രിയിൽ ആയതുകൊണ്ട് ദിവാനി ആമും കൂടെ ഉൾപ്പെടുത്തി, പക്ഷെ റിയലി ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഷാജഹാൻ ആണ്. നിങ്ങൾ അതും കൂടെ നോട്ട് ചെയ്തൊന്ന് പഠിക്കുക. പറഞ്ഞപ്പം എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, അത് പഠിക്കുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.